ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫാൻറ്റസി ജേനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് അഖിൽ ബാലസുബ്രഹ്മണ്യം വിത്ത് യു. ഇന്ന് മുതൽ നമ്മൾ ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഈ ചാനലിനെ കുറിച്ചും എന്നെക്കുറിച്ചും ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. അപ്പം നമ്മൾ ഇന്ന് മുതൽ എന്താ പറയുക, ദുബായിനെ കുറിച്ച് ഉള്ള വ്ളോഗായിരിക്കും ഈ ചാനലിലുണ്ടാവുക. 1 by 1 ദുബായിലെ എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളും കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ട്രാവൽ വ്ളോഗ് അണിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ദുബായിലെ പാർക്കുകളാണ് നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. ദുബായിലെ മെയിൻ പാർക്കുകൾ, ക്രീക്ക് പാർക്ക്, മുഷ്രിഖ് പാർക്ക് തുടങ്ങിയ പാർക്കുകൾ. അതിന് ശേഷം നമ്മൾ ദുബായിലെ ബീച്ചസ്, ജുമേറ, മംസാർ തുടങ്ങിയ ബീച്ചസുകൾ, പിന്നെ മെയിൻ ലാൻഡ് മാർക്സുകളായ ബുർജ് ഖലീഫ, ബുർജ് അറബ്, അറ്റ്ലാന്റിസ്, പിന്നെ ഓഫ് റോഡ് ട്രിപ്പുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ വരുന്ന അറിയില്ല, അല്ല നല്ല രീതിയിൽ വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ പോകുന്നത് ക്രീക്ക് പാർക്കിലേക്കാണ്. ക്രീക്ക് പാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കും മുമ്പ് ഇവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് നമുക്ക് ആദ്യം പറയാം. കാരണം സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആദ്യം വേണ്ടത് ഹൗ റീച്ച് എന്നുള്ള ഒരു സംഭവമാണ്. സോ ഞാനത് ആദ്യം പറയാം. ഇവിടെ എത്തിപ്പെടാനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ബസ് വഴി വരാം, പിന്നെ നമുക്ക് മെട്രോ വഴി വരാം, പിന്നെ സാധാരണ യൂഷ്വലി ടാക്സി പിടിച്ച് വരുന്നവർക്ക് ടാക്സി പിടിച്ച് വരാം. എവിടെയാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വരും. ചാർജസ് ആർ ഡിപ്പെൻഡിങ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻസ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചമ്മലുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗിങ്ങൊന്നും ചെയ്യാറില്ലായിരുന്നില്ല പണ്ടൊന്നും. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് സൗണ്ട് കൊടുക്കണം ചെയ്യാൻ. ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു വ്ളോഗിങ് ഭയങ്കര ചമ്മലുള്ളൊരു കാര്യമാണ്. എന്ത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഞാൻ ആദ്യം പറയാം. ബസ്സിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ C07 എന്ന് പറയുന്ന ബസ്സാണ് ചൂസ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അബുഹൈൽ, യൂണിയൻ, അതുപോലെ തന്നെ ബെനിയസ് സ്റ്റേഷൻ തുടങ്ങിയ അവിടെ നമുക്ക് ഉണ്ട് ബസ്. C07 എന്ന് പറയുന്ന ബസ്സാണ്. ടൈമിങ്ങൊക്കെ നമുക്ക് നെറ്റിൽ നോക്കി കാണാം, കാരണം ടൈമിങ്ങൊക്കെ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. മെട്രോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദുബായ് ഹെൽത്ത് കെയർ സെൻറ്റർ എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്, അവിടെയാണ് ഇറങ്ങേണ്ടത്. ഗ്രീൻ ലൈനാണ്. സോ വി നീഡ് ടു ചേഞ്ച് ദി മെട്രോ. റെഡ് ലൈനിലാണ് വരുന്നവരെങ്കിൽ യൂണിയനിലോ അല്ലെങ്കിൽ ബുർജുമാനിലോ ഇറങ്ങിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം ട്രെയിൻ. ഗ്രീൻ ലൈനിലേക്ക് ചേഞ്ച് ചെയ്യണം. യൂണിയനിൽ നിന്ന് 7ാമത്തെ 8ാമത്തെ സ്റ്റോപ്പാണ് ദുബായ് ഹെൽത്ത് കെയർ സെൻറ്റർ എന്നുള്ളത്. അവിടെ എല്ലാ ബോർഡിലും എല്ലാ സ്റ്റോപ്പിലും സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടെ എഴുതി കാണിക്കും ഏത് സ്റ്റോപ്പാണെന്ന്. സോ ദുബായ് ഹെൽത്ത് കെയർ സെൻറ്ററിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നടക്കാണ്ട് ഒരു 5 മിനിറ്റ് അത് നമുക്ക് വഴിയെ പറഞ്ഞുകൊണ്ട് നടക്കാം. ഓക്കെ, വരുമോ? നമ്മളിപ്പോൾ ദുബായ് മെട്രോയിലാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റോപ്പാണ് ദുബായ് ഹെൽത്ത് കെയർ സെൻറ്റർ എന്ന് തോന്നുന്നു. ദുബായ് ഹെൽത്ത് കെയർ സെൻ്ററാണ്. ഇതിങ്ങനെ വിളിച്ചു പറയും. നമുക്ക് അറിയാത്ത ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ബോർഡിൽ എഴുതി കാണിക്കും ദുബായ് ഹെൽത്ത് കെയർ സെൻ്റർ എന്ന്, ഏത് സ്റ്റോപ്പാണെങ്കിൽ അത്. നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് പതുക്കെ ഇനിയിപ്പോൾ ലിഫ്റ്റ് വഴി ഇറങ്ങുകയാണ്. പുറത്തോട്ടാണ് ഇപ്പോൾ എക്സിറ്റാണ്. ഉണ്ട് ദുബായ് ഹെൽത്ത് കെയർ സെൻറ്റർ. ഇതിലൂടെ നമ്മളിങ്ങനെ നടക്കണം മെട്രോ ഇറങ്ങിയിട്ട്. ഇവിടെ മൊത്തം ഈ ഒരു ഏരിയയിൽ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൊത്തം. ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകളൊക്കെയാണ് ഇവിടെ. നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൊഹോദ് ബിൻ റാഷിദ് അക്കാഡമി മെഡിക്കൽ സെൻറ്റർ കാണാം. അവിടെ നിന്ന് നമ്മൾ റോഡ് പതുക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കിടക്കണം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ദുബായ് നിയമം അനുസരിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം കിടക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കും. ഗ്രീൻ ലൈൻ കത്തിയാൽ മാത്രമേ നമുക്ക് കിടക്കാൻ പാടുള്ളൂ. മൊഹോദ് ബിൻ റാഷിദ് അക്കാഡമി മെഡിക്കൽ സെൻറ്റർ. ഇതാണ് മെയിനായിട്ട് ലാൻഡ് മാർക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാൻ പറയുന്നത് ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ കാറിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് കൊണ്ട് വരാമെന്നുള്ളൂ. അതല്ലേ, ഇതാണ് മെയിൻ ലാൻഡ് മാർക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഇടവഴി ഉണ്ട്, ഒരു ഊടുവഴിയാണ് ഷോർട്ട് കട്ട്. ഇതിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ നമുക്ക് ഹയാത്ത് റീജൻസി എന്നൊരു ഹോട്ടൽ കാണാം. ഹയാത്ത് റീജൻസിയുടെ ഫ്രണ്ടിൽ നമുക്കൊരു ഇതിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹയാത്ത് റീജൻസിയുടെ ഫ്രണ്ടിലെത്തും. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇതല്ലേ, ഇവിടെയും റോഡൊക്കെ ശരിക്കും നോക്കണം.
പെഡസ്ട്രിയലാണ്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പതിയെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോകുന്ന റോഡ് ഹയാത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ കുറച്ച് നടക്കാണ്ട് 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ തന്നെ കാണാം ദുബായ് ഡോൾഫിനേറിയം. അത് തന്നെയാണ് ദുബായ് ക്രീക്ക് പാർക്ക്. ക്രീക്ക് പാർക്കിൻ്റെ അകത്തെ ഒരു ആക്ടിവിറ്റീസാണ് ഡോൾഫിൻ പ്ലേ, ഡോൾഫിൻ ഷോ ഒക്കെ. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടക്കണം. ഇവിടെയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ലാൻഡ്മാർക്ക് എന്ന് വെച്ചാൽ ഹയാത്ത് റീജൻസിയുടെ വലിയ ഹോട്ടലാണ്. ഹയാത്ത് റീജൻസിയുടെ വലിയ ഹോട്ടലിൻ്റെ അവിടുന്ന് മെട്രോ കഴിഞ്ഞിട്ട് നടന്നാൽ മതി. ഇപ്പോൾ ഇവിടെ സിഗ്നലുണ്ട്, സിഗ്നൽ നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രീൻ ലൈനായാൽ മാത്രമാണ് കടക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്ന കടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ സിഗ്നൽ പെട്ടെന്ന് വരുന്നതാണ് പറഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ സിഗ്നലായി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനായ ക്രീക്ക് പാർക്കായി. നമുക്കിപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ തന്നെയാണ് ഗേറ്റ് 1 ഉം 2 ഉള്ളത്. ഇത് മൊത്തം 5 ഗേറ്റ്സ് ആണുള്ളത്. പല ഗേറ്റുകളും ടെമ്പററി ക്ലോസ് ആണ്. അപ്പം ഇവിടെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ടിക്കറ്റ് എടുക്കണം. 5 dirhams ആണ് ടിക്കറ്റിൻ്റെ ചാർജ്. ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് പഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ എൻട്രൻസിൽ നിന്ന് വരുന്ന കാഴ്ചകൾ. സൈഡിലൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നേരെ കാണാൻ നമ്മൾ ചിൽഡ്രൻ സിറ്റി എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ചിൽഡ്രൻസിന് കുറച്ച് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തെന്നാണ് ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിലൂടെ നടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കണ്ടില്ലേ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇവിടെ മൊത്തം. പിന്നെ ഇവിടെ മരം ഒരു കെടുത്തിയിട്ടിട്ട് വളർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താ സംഭവം. എനിക്ക് തോന്നുന്നത് ഒരു ബോൺസായി പോലെ ആക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ മരം കെടുത്തിട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുറേ വേരുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് എന്താ പറയുക ക്രിയേറ്റീവായിട്ടുള്ള കുറേ ഐഡിയാസാണ് ഇതെല്ലാം. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റിവിറ്റി. ഓക്കെ അല്ലേ, മരം മുറിച്ചിട്ട മരം പോലെ ഇങ്ങനെ എടുത്തിട്ട് കാണാം. പക്ഷേ വേരൊക്കെ ഉണ്ട്, അതിൽ നിന്ന് വേറെ മുളകൾ. ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഗ്രോ ചെയ്ത് വരുന്നുള്ളൂ. കുറച്ചാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും, തണൽ മരം പോലെ. ഇവിടെ മൊത്തം എന്താ പറയുക നല്ല ലോണൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഞാൻ വീഡിയോയിൽ എനിക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ എത്രമാത്രം അതിൻ്റെ ഒരു വിഷ്വൽസ് എഫക്റ്റ് വരുന്നു നമുക്ക് കണ്ടറിയണം കോശി എന്ന് പറഞ്ഞ പോലെ. സാധാരണ ബ്ലോഗർമാരൊക്കെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വർണ്ണനകളൊക്കെ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്കതുപോലെ ഒന്നും വർണ്ണനൊന്നും കിട്ടണമെന്നില്ല. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഈ പാർക്കിനെ കുറിച്ച്. ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പാർക്ക് നിലയിൽ വന്നത് 1994
അതായത് ഞാൻ ജനിച്ചിട്ട് 4 വർഷത്തിന് ശേഷമാണ്, എന്നേക്കാളും 4 വർഷം താഴെയാണ് ഈ പാർക്ക്. പിന്നെ 96 ഹെക്ടറാണ് ഇതിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. ഏകദേശം ഒരു സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുണ്ട് ഈ ഒരു പാർക്കിന്. അതുപോലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർക്കാണ്. ഏറ്റവും വലിയ പാർക്ക് മുഷ്രിഖ് പാർക്കാണെന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർക്കാണ് ക്രീക്ക് പാർക്ക് എന്ന് പറയുന്നത്. ഈ സ്ഥിതി ചെയ്യുന്നത് ദുബായിയുടെ ഹൃദയഭാഗമായ മെയിൻലാൻഡിൻ്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെൻറ്ററിൽ കൂടെ ഒരു ലേക്ക് പോലെ വാട്ടർ കനാൽ പോകുന്നത് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലാണ്, ബർദുബായ് സൈഡിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ദേര. എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ ഗോൾഫ് ക്ലബ്ബ് കാണാം. ആ ഗോൾഫ് ക്ലബ്ബാണ് നല്ലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. മെയിനായിട്ട് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വളരെ മനോഹരമായ രീതിയിൽ കണ്ടില്ലേ ലാൻഡ്സ്കേപ്പിലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പുൽത്തകിടിയും വളരെയധികം കറക്റ്റ് ഒരു മെഷർമെൻറ്റിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയൊരു കുന്നിൻ്റെ പോലത്തെ ഒരു ഏരിയ ആണ്. ഞാൻ എൻ്റെ മേലേക്ക് വന്ന് കാണാം, വീഡിയോയിൽ അത് മനസ്സിലാവുമെന്ന് അറിയില്ല. കണ്ടില്ലേ, അതിൻ്റെ മേലെ ചെറിയൊരു കുന്നാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. തത്തകൾ, ഒരുപാട് തത്തകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വളരെയധികം ഹരിതാപമായ രീതിയിലാണ് ഇതെല്ലാം അവർ ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം കിളികൾക്കൊക്കെ വന്നിരിക്കാനും അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ല രീതിയിലാണ്. തത്തകൾ, മൈനകൾ, നമ്മുടെ നാട്ടിലെ കിളികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഒരു അപാര ഏരിയ തന്നെയാണ്. കാരണം അവിടെ കുറേ പുതിയ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. കുറേ പാറകളൊക്കെ കൂട്ടിയിട്ട് എന്തൊക്കെയോ പണിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രീക്ക് പാർക്കിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ 6 മണിക്കാണ് ഡോൾഫിൻ ഷോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡോൾഫിൻ ഷോയ്ക്ക് പോകാമെന്ന് നമ്മളൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 6 മണിക്ക് ഡോൾഫിൻ ഷോ കഴിഞ്ഞിട്ട് ബേർഡ് ഷോ ഉണ്ട് 7:15. അതുകൊണ്ട് കയറി കാണാം. ഞാൻ പണ്ട് കയറി 3-4 വർഷം മുമ്പ് കയറിയതാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കാണാം. അതുവരെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാം. ഒരു 1 hour കൂടി ഉണ്ട് ഇനി. 6 മണിയാവാം. ഇപ്പോൾ 5 മണി കഴിയപ്പോൾ. വളരെ നല്ല രീതിയിലാണ് ഈ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തത്. തിരിച്ചതിൻ്റെ അന്യം കാണാൻ പറ്റും. എന്തൊരു മനോഹാരിതയാണല്ലേ ഇവിടെ എല്ലാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും
കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ പുൽത്തകിടിയും വളരെ മനോഹരമായ രീതിയിലാണ് അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത്. മംസാർ പാർക്കിലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ ഇവിടുത്തെ അതിനേക്കാളും കുറച്ച് നല്ല രീതിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പബ്ജിയിലത്തെ സ്ഥലമാണ്. പബ്ജിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ റഫായിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ ഏകദേശം 75-80 മിനിറ്റോളം അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നുണ്ടായിരുന്നു. സോ ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്യാണ്. കാരണം ഇതിൻ്റെ ഏകദേശം എന്താ പറയുക, മെയിനായിട്ടുള്ള വീഡിയോ ഡോൾഫിൻ ഷോ ഉണ്ട്, ഇനി ബേർഡ് ഷോ, അതുപോലെ തന്നെ ക്യാമൽ സഫാരി തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ ഇനിയും എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ ഞാൻ 2-3 പാർട്സായിട്ട് എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ തൽക്കാലം ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നാളെ എന്തായാലും സെക്കൻഡ് പാർട്ട് ഇപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൽക്കാലം ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.